നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യയുടെ പോരാട്ട നാളുകൾ. വർഷങ്ങൾ നീണ്ട പോരാട്ടം. രാജ്യം മുഴുവനും ഇളക്കിമറിച്ച ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭം. രഥയാത്ര ഉൾപ്പെടെയുള്ള ചരിത്ര മുഹൂർത്തങ്ങൾ. ഒടുവിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുകയായി. അതെ, ഒരു ജനതയുടെ ജീവിതാഭിലാഷമാണ് ജനുവരി 22-ന് യാഥാർത്ഥ്യമാകുന്നത്. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഭഗവാൻ ശ്രീരാമക്ഷേത്രം എന്നറിയപ്പെടുന്ന അയോധ്യ രാമക്ഷേത്രം. ഇന്ത്യയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മതപരവും രാഷ്ട്രീയപരവുമായ തർക്കത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ഈ ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായാണ് അയോധ്യ കണക്കാക്കപ്പെടുന്നത്. ഇത് ശ്രീരാമന്റെ ജന്മസ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ ക്ഷേത്രമാണ് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ഉയരുന്നത്. ശ്രീരാമൻ സമർപ്പിച്ചിരിക്കുന്ന യഥാർത്ഥ ക്ഷേത്രം ചരിത്രരേഖകൾ അനുസരിച്ച് 12-ാം നൂറ്റാണ്ടിൽ രാജാവായ ദശരഥന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. അതേ സ്ഥലത്ത് 16-ാം നൂറ്റാണ്ടിൽ ബാബറി മസ്ജിദ് നിർമ്മിച്ചത് ദീർഘകാലമായി മതപരവും നിയമപരവുമായ തർക്കങ്ങൾക്ക് കാരണമായി. നൂറ്റാണ്ടുകളായുള്ള ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾക്ക് ഇത് ഒരു കാരണമായി മാറി. 1983-ൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രസിഡന്റ് ആയിരുന്ന അശോക് സിംഗാളിന്റെ നിർദ്ദേശപ്രകാരം വാസ്തുശില്പി ചന്ദ്രകാന്ത് സോംപുര തയ്യാറാക്കിയ അതേ മാതൃകയിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. 235 അടി വീതിയും 360 അടി നീളവും 161 അടി ഉയരവും 54,700 ചതുരശ്രയടി വിസ്തീർണവുമാണ് പുതിയ ക്ഷേത്രത്തിനുള്ളത്. 2.7 ഏക്കറിലാണ് പുതിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുക. 1989 നവംബർ 9-നാണ് ശ്രീരാമക്ഷേത്രത്തിന്റെ ശിലാന്യാസം നടന്നത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ പിന്നെയും ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 2020 ഓഗസ്റ്റ് 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിശിലപാകി ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കമിട്ടു. പ്രധാനമന്ത്രി ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്ന രാമവിഗ്രഹം സമീപത്ത് അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചിരുന്നു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ച ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രം ട്രസ്റ്റാണ് ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും ഒടുവിൽ അയോധ്യ ഒരുങ്ങുകയാണ് രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം എന്ന സ്വപ്നം സഫലീകരിക്കാൻ. രാമക്ഷേത്രം അങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ് ജനുവരി 22-ന്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91 ന്യൂസ്.